ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് മത്തങ്ങ ഒരു പീസ് അല്ലെങ്കിൽ അതിൽ ഒരു അര പീസിനടുത്ത് മത്തങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതുപോലെ കുക്കറിലിടുക. പിന്നെ വൻപയറാണ്, ഒരു കപ്പ് വൻപയർ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതും പിന്നെ ആവശ്യത്തിന് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച്, പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 3 വിസിൽ അടിച്ചു. പിന്നെ ബാക്കി ചെയ്ത് വെക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു 6 ടീസ്പൂൺ ചിരകിയ തേങ്ങയും ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കാം നമുക്കത്. പിന്നെ അടുത്തത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു കടായി എടുത്തിട്ട് അതിൽ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു 4 ഉണക്കമുളകും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് പൊട്ടി വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2-2.5 കപ്പ് തേങ്ങ ചേർക്കുക. ഒരു 2.5 കപ്പ് തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി നന്നായിട്ട് കരിഞ്ഞു പോവാതെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അത് ഇളക്കിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം സൂക്ഷിക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മത്തനും വൻപയറൊക്കെ കൂടി ചേർത്ത് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉടയ്ക്കണ്ട, കുറച്ച് കടിക്കാൻ മാത്രം വെച്ചിട്ട് ബാക്കി ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ആ പേസ്റ്റ് പോലെ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.